എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി നോക്കാം. മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിൽ KSRTC ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. പിക്കപ്പ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. പരിക്കേറ്റ ബസ് യാത്രികരെ ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സമീർ, എപ്പോഴായിരുന്നു അപകടം? ഈ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർക്കാണോ സാരമായി പരിക്കേറ്റിരിക്കുന്നത്? ഗോപിക, ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ മലപ്പുറം എടപ്പാളിൽ അപകടം നടന്നിരിക്കുന്നത്. എടപ്പാൾ മേൽപ്പാലത്തിലാണ് അപകടം. തൃശൂർ ഭാഗത്തു നിന്നെത്തിയ KSRTC K-Swift ബസ്സും എതിർദിശയിൽ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന 10ഓളം പേർക്ക് പരിക്കേറ്റു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പിക്കപ്പ് വാനിലെ ഡ്രൈവർക്കാണ് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. ഇദ്ദേഹം 2 മണിക്കൂറോളം ഈ പിക്കപ്പ് വാനിലെ ഡ്രൈവർ ഈ വാനിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ വാൻ പൊളിച്ച് ഇദ്ദേഹത്തെ പുറത്തെടുത്തിരിക്കുന്നത്. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ ഈ പിക്കപ്പ് വാനിലെ ഡ്രൈവർ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും നിലവിൽ 12 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ബസ്സിലുള്ള 10 പേർക്കും ഒപ്പം തന്നെ പിക്കപ്പ് വാനിലെ ഡ്രൈവർക്കുമാണ് ആ പരിക്ക്. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പുലർച്ചെ 4 മണിയോടെയാണ് അപകടം ഉണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിലാണ് ഇത്തരത്തിൽ KSRTC ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത്. പിക്കപ്പ് വാൻ ഡ്രൈവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ബസ്സിലുണ്ടായിരുന്ന 10ഓളം പേർക്കും പരിക്കേറ്റു. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. നെന്മാറ വല്ലങ്കിവേല വെടിക്കെട്ടിന് അനുമതിയില്ല. ക്ഷേത്ര കമ്മിറ്റിയുടെ അപേക്ഷ ജില്ലാ മജിസ്ട്രേറ്റ് തള്ളി. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് നടപടി. ഹൈക്കോടതിയെ സമീപിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം. ഏപ്രിൽ 1, 2, 3 തീയതികളിലാണ് നെന്മാറ വല്ലങ്കവേലി. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, ഈ അപേക്ഷ നൽകാൻ വൈകിയത് കൊണ്ടാണോ ഇത്തരത്തിൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്? ഇനി ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണോ ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം? ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് ആണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി നൽകിയ അപേക്ഷ നിരസിച്ചത്. അദ്ദേഹം പറയുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ അപേക്ഷ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. 2 മാസം മുൻപാണ് സ്വാഭാവികമായിട്ടും ഇത്തരം വലിയ ക്ഷേത്രങ്ങളിലെ വെടിക്കെട്ടിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത്. എന്നാൽ മാത്രമേ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ഒരുക്കാൻ കഴിയൂ. ഇതിപ്പോൾ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുള്ള കാരണം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അപേക്ഷ നിരസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും 1, 2, 3 തീയതികളിലാണ് പ്രസിദ്ധമായ നെന്മാറ വല്ലങ്കിവേല നടക്കേണ്ടിയിരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടുകളിൽ ഒന്ന് നടക്കുന്ന ക്ഷേത്രമാണ് നെന്മാറ വല്ലങ്കിവേല. അവിടുത്തെ ഉത്സവം ഈ ഉത്സവത്തിന് വെടിക്കെട്ട് നടത്താനാണ് ഇപ്പോൾ അപേക്ഷ തള്ളിയിരിക്കുന്നത്. 1 വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ടും നടക്കേണ്ടിയിരുന്നതാണ്. 2-ാം തീയതി വൈകിട്ടും 3 പുലർച്ചെയുമായിരുന്നു പ്രധാന വെടിക്കെട്ടുകൾ നടക്കേണ്ടിയിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ക്ഷേത്രം ഭാരവാഹികളുടെ തീരുമാനം. ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഫയൽ ചെയ്യുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ഞങ്ങൾ 50 ദിവസം മുൻപ് ഇതിന് അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ 50 ദിവസം മുൻപ് തന്നെയാണ് നൽകാറ്. ഇത്തവണയും ആ രീതിയിൽ തന്നെയാണ് നൽകിയത്. പക്ഷെ ഈ അകാരണമായി തങ്ങളുടെ അപേക്ഷ നിരസിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ഗോപിക, തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. 24 election powered by Asset responsibly yours. in association with Durashine Roof and Wall Sheets. ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന്. ബീഹാർ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, തമിഴ്നാട് കൂടാതെ ഉത്തർപ്രദേശിലെ ചില സീറ്റുകളിലും ചർച്ചകൾ നടക്കും. വൈകിട്ട് 4 മണിക്ക് AICC ആസ്ഥാനത്താണ് യോഗം. അമേഠി, റായ്ബറേലി സീറ്റുകളിലെ അനിശ്ചിതത്വം തുടരുകയാണ്. 2 ദിവസങ്ങളിലായി തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് ഉടൻ പുറത്തിറക്കും. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ശരത് പവാറിന്റെ വസതിയിൽ നേതാക്കൾ രാവിലെ അവസാനവട്ട കൂടിക്കാഴ്ചകൾ നടത്തും. ചർച്ചയിലേക്ക് പ്രകാശ് അംബേദ്കറിന്റെ വഞ്ചിത് ബഹുജൻ അഘാഡിക്ക് ക്ഷണമില്ല. സഖ്യത്തിനില്ല എന്ന് പ്രഖ്യാപിച്ച പ്രകാശ് അംബേദ്കറുമായി ഇനി ചർച്ചകൾ നടത്തിയേക്കില്ല. ശിവസേന 22 സീറ്റിലും കോൺഗ്രസ് 18 സീറ്റിലും NCP 8 സീറ്റിലും മത്സരിക്കാനാണ് ധാരണ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പൂരം കാണാൻ സ്ഥാനാർത്ഥികളും എത്തി. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനും UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജുമാണ് തിരക്കിനിടയിലും തിരുനക്കര പൂരം കാണാൻ എത്തിയത്.
കോട്ടയംകാരുടെ ആവേശമാണ് തിരുനക്കര പൂരം. എല്ലാ വർഷവും നഗരഹൃദയത്തിൽ നടക്കുന്ന ഉത്സവം കാണാൻ ഒഴുകിയെത്തുന്നത് പതിനായിരങ്ങൾ. ഇത്തവണയും പൂരത്തിന് ആവേശം ഒട്ടും ചോർന്നില്ല. കോട്ടയംകാരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കാത്തുനിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പൂരനഗരിയിൽ എത്താതിരിക്കാൻ കഴിയില്ലായിരുന്നു. ഗജവീരന്മാർ അണിനിരക്കും മുമ്പ് തന്നെ സ്ഥാനാർത്ഥികൾ അണിനിരന്നു. തൃക്കടവൂർ ശിവരാജു തിടമ്പുമായി എഴുന്നള്ളിയപ്പോൾ സ്ഥാനാർത്ഥികളും പൂരലഹരിയിൽ. ആനകളോടുള്ള സ്നേഹത്തെക്കുറിച്ചും പൂരം കണ്ടതിന്റെ സന്തോഷത്തെക്കുറിച്ചും തോമസ് ചാഴിക്കാടനും ഫ്രാൻസിസ് ജോർജും വാചാലരായി. അനേക വർഷങ്ങളായി കോട്ടയംകാരുടെ ആവേശമാണ് ഈ പൂരം. അത് ഓരോ വർഷവും കൂടുതൽ ആളുകൾ പങ്കാളികളാകുക. തീർച്ചയായും ജനങ്ങൾക്ക് വളരെ ആവേശം നൽകുന്ന ഈ പൂരം ഈ നാടിന്റെ ഉത്സവമായി മാറിയിട്ടുണ്ട്. ഇതിനി വർഷം തോറും കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി അതിമനോഹരമായിട്ട് നമുക്ക് നടത്തണം. ഇത് കോട്ടയത്തിന്റെ ഒരു ഉത്സവമാണ്. കോട്ടയത്തിന് മാത്രമല്ല, ഈ പരിസര പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ വന്നുകൂടുന്ന അതിമനോഹരമായിട്ടുള്ള എന്നാൽ ആത്മീയത കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ആനകളെ വലിയ ഇഷ്ടമാണ്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ജീവി, അതിനെ നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളതാണ്. കിഴക്കോട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും ആസ്വദിച്ചാണ് സ്ഥാനാർത്ഥികൾ മടങ്ങിയത്. ഇരുമുന്നണിയിലെയും നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥികൾ പൂരത്തിനെത്തിയത്. NDA സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് തിരക്കുകൾ കാരണം പൂരത്തിന് എത്താനായില്ല. 24 കോട്ടയം. വിവാദ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയ്ക്കെതിരെ നടപടിക്ക് നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാതൃകാ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന് 48 മണിക്കൂറിനുള്ളിൽ നടപടിയെടുക്കാനാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഈ തമിഴ്നാടിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ DMK നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടുമാണ്. ഈ ശോഭ കരന്തലജെ നടത്തിയ പരാമർശം പ്രഥമ ദൃഷ്ടിയ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന നിരീക്ഷണം കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന കമ്മീഷനെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച വിഷയത്തിൽ നടപടിയെടുക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കമ്മീഷന്റെ റിപ്പോർട്ട് 48 മണിക്കൂറിനകം നൽകണമെന്നുള്ള ആവശ്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ DMK നൽകിയ പരാതി പരിശോധിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധന ശോഭ കരന്തലജെ നടത്തിയ പരാമർശങ്ങൾ അടക്കമുള്ളവ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഇതിന്റെ വീഡിയോ അടക്കം കമ്മീഷൻ പരിശോധിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിന് തുടർച്ചയായിട്ടാണ് ഈ 48 മണിക്കൂറിനുള്ളിൽ ശോഭ കരന്തലജയ്ക്കെതിരെ ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന വിഷയത്തിൽ നടപടി സ്വീകരിച്ച് അറിയിക്കാനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശോഭ കരന്തലജയുടെ വിവാദ പരാമർശത്തിൽ നടപടിയെടുക്കാൻ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി S രാജേന്ദ്രൻ. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ല, സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നുവെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. BJPയിലേക്ക് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല, CPIMൽ തന്നെ തുടരുമെന്നും തെരഞ്ഞെടുപ്പിൽ LDFനെ പിന്തുണയ്ക്കുമെന്നും S രാജേന്ദ്രൻ വ്യക്തമാക്കി. അതൊരു സൗഹൃദം മാത്രം, അതായത് പുതിയ ആളെ അല്ല കാണുന്നത്. വേറെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഒന്ന് പോയതാണ്. അന്നേരം അവിടെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഇതിനൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ BJPയിൽ ചേർന്നെന്നോ അംഗത്വം എടുത്തെന്നോ നിങ്ങളുടെ ഭാഷയിൽ ഇതൊന്നും പുറത്തപ്പെടില്ല. അത് പാർട്ടിക്കുള്ളിൽ പാർട്ടിക്ക് എനിക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടത്, അതൊക്കെ അത് അവസാനിപ്പിച്ചോളൂ. അതൊക്കെ നേതാക്കളുണ്ട്, അതിൻ്റെയൊക്കെ അളവിന് മട്ടത്തിന് അവർ കൈകാര്യം ചെയ്യും. ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീം കോടതി SBIക്ക് നൽകിയിട്ടുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഏത് പാർട്ടിക്കാണ് ബോണ്ടുകൾ ലഭിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള ആൽഫ ന്യൂമറിക് നമ്പറുകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇന്ന് 5 മണിക്ക് മുൻപ് SBI ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം. SBIയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരു ആനുകൂല്യവും നേടിയിട്ടില്ല എന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ്. ബോണ്ട് വാങ്ങിയതിന് കൃത്യമായ കണക്കുണ്ട്, എല്ലാ വിവരങ്ങളും ഓഡിറ്റിംഗിന് വിധേയമാണ്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് തെറ്റാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും സാബു ജേക്കബ് 24നോട് പറഞ്ഞു. മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു ഡൊണേഷൻ കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ടൊന്നും അതിനകത്തില്ല.
അത് നാളെ പുറത്ത് വരുന്നതിനോ അതിൻ്റെ പേര് വരുന്നതിനോ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. കാരണം ആ പണം കൊടുത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കൊരു അഴിമതി നടത്തുകയോ ഏതെങ്കിലും അഡ്വാൻറ്റേജ് ഏതെങ്കിലും കാര്യസാധ്യങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നോ രാഷ്ട്രീയക്കാരിൽ നിന്നോ നേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനം തന്നെ ഉപേക്ഷിക്കാം. എനിക്കറിയില്ല ഏത് ചാനലിലാണ്, ഞാനൊരിക്കലും അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. കാരണം നിയമപരമായിട്ട് ചെയ്തൊരു കാര്യമാണ്. മാസപ്പടിക്കപ്പുറമായി പല അഴിമതികളും തനിക്ക് അറിയാമെന്നും 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് ഉറപ്പു തന്നാൽ തെളിവ് പുറത്തുവിടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധം വഷളായത് എന്നും സാബു ജേക്കബ് 24-നോട് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം മാസപ്പടി മേടിച്ചിട്ടുണ്ടെന്നുള്ളത്, കൊടുത്തിട്ടുണ്ടെന്നുള്ളത്, മേടിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ഈ പറയുന്ന കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? വെളിപ്പെട്ടാൽ എന്താ കാര്യം? അതിനൊരു ബലമുണ്ടാവട്ടെ, ഞാൻ വെളിപ്പെടുത്താം. ആരെങ്കിലും ഉറപ്പ് തരട്ടെ. ഞാൻ ആ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നടപടിയെടുക്കാം, നിയമപരമായിട്ട് അവരെ തുറുങ്കലിൽ അടയ്ക്കാം എന്നൊരു ഉറപ്പ് എനിക്ക് തരട്ടെ, ഞാൻ പറയാം. നിയമസഭയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹത്തിനും ആ ബന്ധം ഞാനൊരു ശത്രുവായി. കാരണം മറ്റു രാഷ്ട്രീയക്കാരെ പോലെ കോൺഗ്രസിനെയോ BJPയെ പോലെ അദ്ദേഹം എന്നെ കാണാൻ തുടങ്ങി. കോഴിക്കോട് പേരാമ്പ്ര അനു വധക്കേസിൽ പ്രതി മുജീബ് റഹ്മാനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം പ്രതിയുമായി മലപ്പുറം കൊണ്ടോട്ടിയിലെത്തി തെളിവെടുത്തിരുന്നു. ഇന്ന് കൊലപാതകം നടന്ന ബാളൂരിൽ എത്തിച്ച് തെളിവെടുക്കും. നാട്ടുകാരുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ പോലീസ് കാവലിലാകും തെളിവെടുപ്പ്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 10 ജില്ലകളിലും നാളെ 12 ജില്ലകളിലുമാണ് മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യത. അതേസമയം സംസ്ഥാനത്ത് ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിൽ KSRTC ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരുക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. സമീർ ബിൻ കരീം വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സമീർ, അതീവ ദുഃഖകരമായ വാർത്തയാണ്. പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചിരിക്കുന്നു. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്? ഗോപിക, അല്പസമയം മുന്നെയാണ് ഈ പിക്കപ്പ് വാൻ ഡ്രൈവറുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അപകടമുണ്ടായ സമയത്തിന് ശേഷം 2.5 മണിക്കൂറിന് ശേഷമാണ് ഈ പിക്കപ്പ് വാൻ ഡ്രൈവറായിരിക്കുന്ന പാലക്കാട് സ്വദേശി രാജേന്ദ്രനെ പുറത്തെടുക്കാൻ തന്നെ കഴിഞ്ഞത്. ഫയർഫോഴ്സും എല്ലാവരും എത്തി വാഹനം പൊളിച്ച് പുറത്തെടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. മൃതദേഹം തിരിച്ചറിയാൻ പോലും ആവാത്ത വിധമായിരുന്നു ഇതിന്റെ ഒരു അവസ്ഥ. പിന്നീട് മറ്റു വഴികൾ മുഖേനയാണ് സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത്. നിലവിൽ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. തൃശൂർ ഭാഗത്ത് നിന്ന് വരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സും എതിർദിശയിൽ വന്ന കൊറിയർ വസ്തുക്കളുമായി വന്ന പിക്കപ്പ് വാനും തമ്മിൽ എടപ്പാൾ മേൽപ്പാലത്തിന് സമീപം കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് നിലവിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KSRTC ബസ്സിലെ 10ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായി. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. മലപ്പുറം സ്വദേശിയായിരിക്കുന്ന സുകുമാരൻ എന്ന് പറയുന്ന 50-കാരന് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലയും ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇയാൾ KSRTC ബസ്സിലാണ് എത്തിയിരുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഈ പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ തന്നെ ഇവിടെ നിന്നും നിലവിൽ നീക്കം ചെയ്തിട്ടില്ല. ഗോപിക, മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിലാണ് ഇത്തരത്തിൽ KSRTC ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചിരിക്കുകയാണ്. പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നാളെ. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടത് വിദ്യാർത്ഥി സഖ്യവും ABVPയും NSUIയുമാണ് മത്സരരംഗത്തുള്ള പ്രധാന വിദ്യാർത്ഥി സംഘടനകൾ. തെരഞ്ഞെടുപ്പ് ഫലം ഈ മാസം 24-ന് പ്രഖ്യാപിക്കും. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം JNUവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതമാണ്. നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ സെൻട്രൽ സീറ്റുകൾക്ക് പുറമെ 42 കൗൺസിലർമാരെയും തെരഞ്ഞെടുക്കും. ഐസ, SFI, AISF, DSF എന്നിവ ഒരുമിച്ചുള്ള ഇടത് വിദ്യാർത്ഥി സഖ്യവും ABVP,
NSUI, ഛത്ര രാഷ്ട്രീയ ജനതാദൾ എന്നീ വിദ്യാർത്ഥി സംഘടനകളും മത്സരരംഗത്തുണ്ട്. ഇക്കുറി മലയാളി വിദ്യാർത്ഥിനിയും മത്സരരംഗത്തുണ്ട്. MA സോഷ്യോളജി 2ാം വർഷ വിദ്യാർത്ഥിനിയായ ഗോപിക ബാബു SFIയുടെ പാനലിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കും. വിദ്യാർത്ഥികൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഗോപിക ബാബു പ്രതികരിച്ചു. 4 വർഷമായിട്ട് JNU ഇലക്ഷൻസ് നടക്കുന്നില്ല. 2019 കഴിഞ്ഞ ഇലക്ഷൻ നടന്നത്. അത് കഴിഞ്ഞ് കുറേ കൗൺസിലേഴ്സ് പാസ് ഔട്ടായി പോയി. യൂണിയനെ നിലനിർത്താൻ തന്നെ ഓയിഷി ഘോഷ്, നമ്മുടെ ഇപ്പോഴത്തെ ഔട്ട് ഗോയിങ് JNU പ്രസിഡന്റും ബാക്കി സഖാക്കളും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതു വിദ്യാർത്ഥി സഖ്യമാണ് വിജയിച്ചത്. ക്യാമ്പസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടതു വിദ്യാർത്ഥി സഖ്യം പരാജയപ്പെട്ടെന്നാണ് ABVP ഉയർത്തുന്ന പ്രചാരണം. ഇടത് സഖ്യത്തിൽ നിന്ന് ധനഞ്ജയും ABVPയിൽ നിന്ന് ഉമേഷ് ചന്ദ്ര അജ്മീരയും NSUIയിൽ നിന്ന് ജുനൈദ് റാസയുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. 24 ഡൽഹി. കളമശ്ശേരിയിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അഷലിനെ റിമാൻഡ് ചെയ്തു. പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുതര പരിക്കേറ്റ നീനുവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഭർത്താവ് അഷൽ ഇന്നലെ നടു റോഡിൽ വെച്ച് നീനുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പത്തനംതിട്ട കോന്നിയിൽ മധ്യവയസ്കനെ കാട്ടാന ചവിട്ടിക്കൊന്നു. തേക്കുംതോട് 7ാം കോളനിയിലെ ദിലീപാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു കാട്ടാന ആക്രമണം. തേക്കുംതോട് 7ാം തല ഭാഗത്തെ വനമേഖലയ്ക്ക് സമീപത്തായിരുന്നു അപകടം. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാൻ നോമ്പ് ആരംഭിച്ചാൽ കാസർഗോഡ് മൗവലിലെ പാചകപ്പുരകൾ സമൂസ നിർമ്മാണത്തിന്റെ തിരക്കിലാകും. നാട്ടിലെ നോമ്പുതുറ വിപണി ലക്ഷ്യമിട്ട് പ്രവാസി മലയാളികളാണ് മൗവലിൽ വർഷങ്ങളായി സമൂസ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം 1/2 ലക്ഷത്തോളം സമൂസയാണ് ഇവിടെ നിന്ന് വടക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. വ്രതശുദ്ധിക്കൊപ്പം രുചിവൈവിധ്യങ്ങളുടെ കൂടി നാളുകളാണ് റമദാൻ. നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മൗവലിലെ പ്രവാസികൾക്ക് തിരക്കോട് തിരക്കാണ്. നോമ്പുതുറ സമയമാകുമ്പോഴേക്കും വടക്കൻ കേരളത്തിലെ തീന്മേശകളിലേക്ക് സമൂസ എത്തിക്കണം. മൈദമാവൊരുക്കി സവാളയരിഞ്ഞ് അച്ചൊരുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ പുലർച്ചെ മുതലുള്ള പണിയുണ്ട്. ഞങ്ങൾ 30 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ സമൂസ നോമ്പിന് മാത്രം തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ ദുബായിൽ പല കടകളിലും കൊടുത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ നോമ്പിന് വേണ്ടി മാത്രമേ ഞങ്ങൾ ഇവിടെ സമൂസ ഉണ്ടാക്കേണ്ടി വരുന്നതാണ്. 10-22 പണിക്കാരുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉത്ഭവം തന്നെ ഗൾഫ് ദുബായിൽ നിന്നാണ് ഈ സമൂസ എന്നുള്ള സാധനം വന്നത്. അടുത്ത കാലത്തായിട്ട് സമൂസ ഇല്ലാതെ നോമ്പ് തുറക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പലരും ഗൾഫിലെ സമൂസ നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരു ദിവസം 5000 സമൂസയൊക്കെ ഉണ്ടാക്കുന്നവർ ഇവിടെയുണ്ട്. ഗൾഫിലുണ്ടായതാണ്. ഇവിടെ വന്നിട്ട് ക്യാൻസലായിട്ട് ഇവരൊക്കെ കൂടിയിട്ട് കുറേ 35 വർഷത്തിന് മേലെ ആയിട്ട് ഇവർ ജ്യേഷ്ഠന്മാർ കൂടിയിട്ട് ഇവർ ചെയ്യുന്നതാണ്. ഒന്നിച്ചിട്ട് തന്നെ അവിടെ ഗൾഫിലുണ്ടായതാണ്. ഈ ഗൾഫിൽ പോയിട്ട് അടുത്ത് പോയിട്ട് ഇതാക്കി പഠിച്ചതാണ് കമ്പനിയിൽ. ദിവസേന 30,000 സമൂസ ഇവിടെ നിന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. മവ്വലിലെ മറ്റ് പാചകപ്പുരകളിലെ കണക്ക് കൂടി നോക്കിയാൽ ഇത് 1/2 ലക്ഷം കടക്കും. സമൂസ മവ്വലുകാർക്ക് പെരുന്നാൾ വിഭവം മാത്രമല്ല, ഇത് ആഘോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും പ്രതീകം കൂടിയാണ്. കാസർഗോഡ് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24. വ്യത്യസ്തമായ നോമ്പുതുറ സംഘടിപ്പിച്ച് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനത്താവളത്തിലെ ജീവനക്കാർക്കായി റൺവേയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് നോമ്പുതുറ ഒരുക്കിയത്. ആദ്യമായാണ് റൺവേയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഇടതടവില്ലാതെ വിമാനങ്ങൾ പറന്നിറങ്ങുകയും പറന്നുയരുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്ന്. അതാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ വിമാനത്താവളത്തിന്റെ റൺവേയാണ് ചരിത്ര നിമിഷത്തിന് സാക്ഷിയായത്. റൺവേയിൽ ഒരു നോമ്പുതുറ.
ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യത്യസ്ത രാജ്യക്കാരായ ജീവനക്കാർക്കായാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. അസ്തമയ സൂര്യനെയും പറന്നിറങ്ങുകയും കുതിച്ചു പൊങ്ങുകയും ചെയ്യുന്ന വിമാനങ്ങളുടെയും അകമ്പടിയോടെ മനസ്സു നിറഞ്ഞ് ജീവനക്കാർ നോമ്പു തുറന്നു. ഇതാദ്യമായാണ് റമദാനിൽ വിമാനത്താവളത്തിലെ റൺവേയിൽ ഇത്തരത്തിൽ ഒരു ഇഫ്താർ സംഘടിപ്പിക്കുന്നത്. വിഭവസമൃദ്ധമായ നോമ്പുതുറ വിഭവങ്ങളും വിമാനത്താവള അധികൃതർ ഒരുക്കിയിരുന്നു. രാജ്യത്തിന്റെ സംസ്കാരത്തെ ലോകത്തിന്റെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചതെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം 86.9 ദശലക്ഷം യാത്രക്കാരെ സ്വീകരിച്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ വർഷം 88.8 ദശലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ്. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിൽ KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരു മരണം. അപകടത്തിൽ പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മുംബൈയിലെ AI തട്ടിപ്പിനിരയായി മലയാളി. മകനെ അറസ്റ്റ് ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത്. മകൻ കരയുന്ന ശബ്ദം AI-യിലൂടെ ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്.